കള്ളയൊപ്പ് വ്യാജ ഒപ്പിട്ടിട്ടാണ് നോമിനേഷൻ കൊടുത്തതെന്നതിന് വേറെ തെളിവ് ആവശ്യമുണ്ടോ? ഈ 4 സ്ഥലത്ത് 4 വ്യത്യസ്ത ഒപ്പ് കണ്ടുകൊണ്ടാണ് LDFിൻ്റെ പ്രവർത്തകർ ഇതെന്ത് കഥയാണ് ഇങ്ങനെ ഇത് വ്യാജ ഒപ്പാണെന്നുള്ള പ്രശ്നം തന്നെ ഉന്നയിക്കുന്നത്. അല്ലാതെ ഈ സ്ഥാനാർത്ഥിയുടെ ഒപ്പ് LDFിൻ്റെ പ്രവർത്തകർ എവിടുന്ന് കാണാനാ? അങ്ങനെയാണ് അപ്പോൾ ഉടനെ തന്നെ UDFിൻ്റെ പ്രവർത്തകർ പറയുകയാണ് സ്ഥാനാർത്ഥിയെ നേരിട്ട് ഹാജരാക്കാം, എന്നിട്ട് നേരിട്ട് വന്നിട്ട് ഒപ്പിടാം. നേരിട്ട് വന്ന് ഒപ്പിട്ട സമയത്ത് ഇതിൽ കാണുന്ന 4 ഒപ്പിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ വേറൊരു ഒപ്പ്. എന്നാൽ 4ൽ ഏതെങ്കിലും ഒന്നിനോട് മേച്ചാവണ്ടേ? ഒന്നിനോടും മേച്ചായില്ല. ഒന്നിനോടും മേച്ചാവാതെ വ്യത്യസ്ത ഒപ്പ്. എന്താ കാര്യം? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അപ്പോൾ നമ്മുടെ DCCയുടെ പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുകയാണ് അത് ചിലപ്പോൾ നമ്മൾ ഒപ്പിടുന്ന സമയത്ത് ഒരാളുടെ ഒപ്പ് 10 പോലെയായി പോകും, 10 തരം ഒപ്പായി പോകും. ശരിയാ, നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെല്ലാം വലിയ അഭ്യസ്ത വിദ്യരൊന്നും അല്ലല്ലോ. ചിലപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാൾ ഒപ്പിടുന്ന സമയത്ത് അങ്ങനെയൊക്കെ തെറ്റ് പറ്റിയേക്കാം. പക്ഷേ ഇത് BCom ബിരുദമുള്ള ഒരാളുടെ ഒപ്പാണല്ലോ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, BCom ബിരുദമുള്ള ഒരാളുടെ ഒപ്പ് 4 ഒപ്പായി മാറുമോ? എന്നാൽ പിന്നെ 4 ഒപ്പ് ഇവരുടെ തന്നെ ഒന്ന് സമ്മതിക്കുക. എന്നാൽ പിന്നെ 5ാമത് ഒപ്പിടുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ഒരു ഒപ്പുമായിട്ട് താരതമ്യം വേണ്ടേ? നിങ്ങൾ വാട്സപ്പിൽ ഓത്ത് അയച്ചു കൊടുക്കുന്നത് പോലെ ആരെ കൊണ്ടെങ്കിലും നോമിനേഷൻ ഫില്ലപ്പ് ചെയ്ത് ആരെ കൊണ്ടെങ്കിലും ഒപ്പ് ഇടിയിപ്പിച്ചിട്ട് നോമിനേഷൻ കൊടുക്കുന്ന പോലെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ നോമിനേഷൻ വാലിഡ് ആവുമോ? അതിൻ്റെ ഉത്തരവാദി CPM ആവുമോ? നിങ്ങളിതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ആദ്യം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക നിങ്ങളുടെ പ്രവർത്തകരെ. അതിനുള്ള പരിശീലനം നൽകുക. അതുകൊണ്ട് നിങ്ങളുടെ ദൗർബല്യം ഞങ്ങൾ കാരണമാണ് എന്ന് പറഞ്ഞ് സ്വയം കൊച്ചാവരുത് എന്ന് ഞാൻ ബന്ധപ്പെട്ടവരോട് പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3ാമത്തെ പ്രശ്നം തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടുപോയ ആൾ നിങ്ങളുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ തന്നെ തളിപ്പറമ്പ് പോലീസ് അവരുടെ വീട്ടിൽ പോയി. എന്തിനാണിങ്ങനെ നുണപ്രചരണങ്ങൾ നടത്തുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ മലപ്പട്ടത്ത് തന്നെ സംഭവിച്ച വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് വളരെ രസകരമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പട്ടത്ത് ഒരാൾ ജയിച്ചല്ലോ. ആകെ ഒരാളാണ് അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചത്. ജയിച്ചയാൾ 2 നോമിനേഷൻ കൊടുത്തു, 2 വാർഡുകളിലായിട്ട്. ഒരെണ്ണം തള്ളിപ്പോയി. അതെന്താ നിങ്ങൾ വാർത്തയാക്കാതിരുന്നേ? തള്ളിപ്പോയി എന്തുകൊണ്ടെന്നറിയാം? വനിതാ സംവരണമുള്ള വാർഡിൽ കൊണ്ടുപോയിട്ട് നോമിനേഷൻ കൊടുത്തു. ഇത് KK രാഗേഷ് വെറുതെ പറയുന്നതല്ല. ഇങ്ങനെയാണ് DCC പ്രസിഡന്റ് അങ്ങയുടെ പാർട്ടിക്കാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. വനിതാ സംവരണമുള്ള വാർഡിൽ നിങ്ങളുടെ നിലവിലുള്ള വാർഡ് മെമ്പർ കൊണ്ടുപോയി നോമിനേഷൻ കൊടുത്തിട്ട് തള്ളിപ്പോയതിൻ്റെ ഉത്തരവാദിത്തം അതും CPMനാണോ? നിങ്ങൾ പറയും. അപ്പോൾ ഇങ്ങനെ വ്യാജപ്രചരണം, നുണപ്രചരണം ദയവായി നടത്താതിരിക്കുക. നിങ്ങൾ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ ആന്തൂരിലും മോറാഴയിലും അതുപോലെ മലപ്പട്ടത്തുമൊക്കെ നിങ്ങൾക്ക് ആളെ കിട്ടാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ഇതൊക്കെ ചരിത്ര ഭൂമികളാണ്. ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായിട്ട് അത്യുജ്വലമായ പോരാട്ടം നടത്തിയ, ചെറുത്തുനിൽപ്പ് നടത്തിയ മണ്ണാണ് മൊറാഴിയുടെ മണ്ണ്. ആ മൊറാഴിയുടെ മണ്ണിൻ്റെ അനുഭവം എന്താ? കമ്മ്യൂണിസ്റ്റുകാരുടെ പോരാട്ട വീര്യത്തിൻ്റെ ഊർജം നെഞ്ചേറ്റിയ ജനതയാണ് മൊറാഴയിലെ ജനത. ആ ജനത നിങ്ങളുടെ കൂടെ ഇല്ല. നിങ്ങൾക്ക് നോമിനേഷൻ നൽകാൻ വേണ്ടി ചില വാർഡുകളിൽ ആരുമില്ല. അതിൻ്റെ ഉത്തരവാദി ഞങ്ങളാണ്. ഇപ്പം നിങ്ങളീ പറയുന്ന ഇതില്ലാതെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് വിലപിക്കുന്ന വാർഡുകളിൽ ചില സന്ദർഭങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നല്ലോ. ആ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഞങ്ങൾ ഓരോ വാർഡിലും 600ഉം 700ഉം വോട്ടും ജയിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാർഡിൽ നിങ്ങൾക്ക് 50 വോട്ടിൽ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ടോ? ഈ പറഞ്ഞ വാർഡുകളിൽ നേരത്തെ നടന്ന തിരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നോക്കിക്കോ. 50 വോട്ടിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ കാണില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിൻ്റെ കാരണം ഞാനീ പറഞ്ഞ ചരിത്രപ്രസിദ്ധമായ ഇടങ്ങളാണ് ഈ ഇടങ്ങൾ എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അതുകൊണ്ട് വല്ലാതെ നിങ്ങളുടെ ദൗർബല്യം ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി വരണ്ട. ഞങ്ങളാരും കണ്ണു മിഴിക്കാൻ വേണ്ടി വന്നിട്ടുമില്ല. കണ്ണു മിഴിക്കാൻ വേണ്ടി
വന്നു കഴിഞ്ഞാൽ മലപ്പട്ടത്തോ മൊറാഴയിലോ ഞാനതിലപ്പുറം പറയുന്നില്ല. അത് ഞങ്ങളുടെ രീതിയല്ല, ഞങ്ങൾക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ആളുകൾ സ്ഥാനാർത്ഥികളില്ല എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ തന്നെ പറയുമായിരുന്നു, രാഷ്ട്രീയമായൊരു പ്രചരണം നടക്കണമല്ലോ, ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കണമല്ലോ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ് നല്ലത്, അതുതന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ നിങ്ങൾ നോമിനേഷൻ കൊടുക്കണ്ടേ? അതിന് 4 ആൾ വേണ്ടേ? അതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? അപ്പോൾ ഇങ്ങനെ ദയവായി ഇമാതിരി വർത്തമാനവുമായിട്ട് വരരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, മലപ്പട്ടത്ത് നടത്തിയിട്ടുള്ള പ്രചരണത്തിൻ്റെ ഒരു രൂപം നോക്കിയ വന്ന് റിട്ടേണിംഗ് ഓഫീസറെ ഞങ്ങൾ പേടിപ്പിച്ചു. റിട്ടേണിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി. കോൺഗ്രസ്സുകാരെ ഭീഷണിപ്പെടുത്താൻ മനസ്സിലാക്കുക. ഏത് ഇപ്പം അങ്ങനെയാണല്ലോ DCC പ്രസിഡന്റ് പറഞ്ഞത്, ഞങ്ങൾ കണ്ണുമിഴിച്ചാൽ ഓടിപ്പോകുന്നവരാണ് ഞങ്ങൾ, മീശ ചുരുട്ടിയാൽ വാല് ചുരുട്ടി ഓടുന്നവരാണ് ഞങ്ങൾ, ഒന്ന് നിവർന്നു നിന്നാൽ ഉടനെ തന്നെ പതുങ്ങി ഓടുന്നവരാണ് ഞങ്ങൾ. അതാണല്ലോ DCC പ്രസിഡന്റ് പറഞ്ഞത്. 2 മാസം മുമ്പ് മലപ്പട്ടത്ത് വന്നിട്ട് നടത്തിയുള്ള പ്രസംഗം അങ്ങനെയായിരുന്നില്ല. പക്ഷെ ഇപ്പം അദ്ദേഹം പറയാണ്, കമ്മ്യൂണിസ്റ്റുകാരൊന്ന് കണ്ണുമിഴിച്ചാൽ ഞങ്ങൾ പേടിച്ചു പോകും, പേടിച്ചോടുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾ പേടിച്ചോ, പക്ഷെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെപ്പോലെയാണ് എന്ന് നാട്ടിൽ പറയണ്ട. ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഒരു റിട്ടേണിംഗ് ഓഫീസർ പേടിച്ചിട്ട് നോമിനേഷൻ പിൻവലിച്ചത് എന്ന് പറഞ്ഞിട്ട്, അത് റിട്ടേണിംഗ് ഓഫീസറല്ലേ പറയേണ്ടത്, ആ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനല്ലേ പറയേണ്ടത്? DCC പ്രസിഡന്റാണോ പറയേണ്ടത്? അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? റിട്ടേണിംഗ് ഓഫീസർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ എന്തും അദ്ദേഹം വിളിച്ചു പറയും. അങ്ങനെ ഒരു ഗുണമുണ്ട്, DCC പ്രസിഡന്റോ കോൺഗ്രസ്സോ എന്ത് വിളിച്ചു പറഞ്ഞാലും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് ആക്കും എന്നുള്ളൊരു ഗുണം കൂടിയുണ്ട്. നിങ്ങൾക്കൊക്കെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് കിട്ടി, UDFൻ്റെ സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി. ഉടനെ തന്നെ ബ്രേക്കിംഗ് ന്യൂസ്, UDFൻ്റെ സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി, എന്നിട്ടൊരു കുഞ്ഞ് അടിക്കുറിപ്പ് എന്ന് ആരോപണം. അപ്പോൾ തട്ടിക്കൊണ്ടുപോയി. ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പൊതുബോധം സൃഷ്ടിക്കരുത്, പെരുന്നുണ പ്രചരിപ്പിക്കരുത്. വാസ്തവത്തിൽ ഈ ഒരു പ്രചരണം തീരെ അവഗണിക്കണമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുനിന്ന് പലരും വിളിക്കുകയാണ്, കണ്ണൂർ എന്താ നടക്കുന്നത്? കണ്ണൂരൊന്നുമില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആളില്ല UDFന് ചിലയിടങ്ങളിൽ, അതുകൊണ്ട് മത്സരിക്കുന്നില്ല. അതിനെ ചില മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി UDFും കോൺഗ്രസും അവരുടെ ദൗർബല്യം മറച്ചു വെക്കാൻ വേണ്ടി CPMൻ്റെ മേലെ പഴിചാരുന്നു. അത്രമാത്രമേ ഉള്ളൂ.